ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് അയില വറ്റിച്ചതാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇതുണ്ടാക്കാനായിട്ട് 2 അയില ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും വേണം. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മീൻ വറ്റിച്ചതിന് അത്യാവശ്യം പുളി വേണ്ടതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പുളി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴാണ് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇത് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൽ മീൻ വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ മീനിലെ വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയില വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.